അമ്മയുടെ കോളോ? ഹലോ അമ്മേ. അമ്മയുടെ നമ്പരൊക്കെ കണ്ട അറിയല്ലേ? എന്തൊക്കെയുണ്ടമ്മേ വിശേഷങ്ങൾ? സുഖമല്ലേ? അമ്മ വിളിക്കുമ്പോ സുഖാന്വേഷണം. ഇങ്ങോട്ട് വിളിച്ചിട്ട് അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോടാ നീ എപ്പോഴെങ്കിലും? ഞാൻ ഓർക്കണില്ല. നീ ഓർക്കല്ലേ? എനിക്കറിയാവടാ. എന്റെ അമ്മേ, ഞാനിവിടെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്റെ കസേര തിരിച്ചു പിടിക്കാൻ വേണ്ടി. അമ്മയ്ക്ക് ഇത് വല്ലതും അറിയോ? വല്ല ടെൻഷനുണ്ടോ അമ്മയ്ക്ക്? എന്തായടാ മോനെന്നൊന്ന് ചോദിച്ച പോലും ഇല്ലല്ലോ. ഓ ജോലിയില്ലെങ്കിലും നിനക്കും നിന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള വക ഇവിടെ ഉണ്ട്. നമ്മുടെ പുരയിടത്തിലെ തേങ്ങ വെട്ടി വിറ്റാ മതിയല്ലോടാ. ഫസ്റ്റ് ആരും കേക്കണ്ട തേങ്ങയുടെ വേല. ജാനുക്കുട്ടിക്ക് ഫോണൊന്നും കൊടുത്തേ. അത് അമ്മേ, എന്തിനാ ഇപ്പൊ ജാനിക്കുട്ടിക്ക് കൊടുക്കുന്നേ? അവളെ എന്തായാലും പഠിക്കാൻ വിടുന്നില്ലല്ലോ, കല്യാണം കഴിപ്പിച്ച് കൊടുക്കുവല്ലേ. അവള് കുറച്ചു ദിവസം ഇവിടെ വന്ന് എന്റെ കൂടെ നിക്കട്ടെ. അവിടെ ദേഹം ഒന്ന് നന്നാകട്ടെടാ. കല്യാണ പെണ്ണിനെ കണ്ട ഒരു മിനുക്കം വേണ്ടേ? ഇവിടെ ആവുമ്പം ഞാനൊരു ആട്ടിൻ കഷായം വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ലേഹ്യവും നെയ്യും ഒക്കെ ആയിട്ടെ ആയുർവേദത്തിന്റെ ഒരു സുഖ ചികിത്സ. അത് കഴിയുമ്പോ പെണ്ണൊന്ന് മിനുങ്ങുവാടാ. എന്റെ അമ്മ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഇവിടെ ഇരുന്നോണ്ട് അവൾ അതൊക്കെ സേവിച്ചോളൂ. രത്നമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരാനോ? ഒന്നുകിൽ അവൾ അതിൽ നിന്ന് കുറെ വാരി തിന്നും, അല്ലെങ്കിൽ പട്ടിക്ക് പോലും കൊടുക്കാതെ വല്ല ഓടയിലും വലിച്ചെറിയും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അമ്മയും കൂടി ഇങ്ങോട്ട് വാ, ഇവിടെ ഒന്ന് താമസിക്കും. എടാ, നീ ജാനുക്കുട്ടിക്ക് ഫോണൊന്ന് കൊടുക്കേ. അവളിവിടെ ഇല്ലമ്മേ. ഇല്ലെന്നോ? എവിടെ പോയി? അത് പിന്നെ രത്നമ്മ ഒരു യാത്ര പോയേക്ക. അപ്പോ ജാനിയും കൂട്ടിനും കൊണ്ടുപോയി. എങ്ങോട്ട് യാത്ര പോയി? ചെന്നൈ വരെ ഒരു യാത്ര. ചെന്നൈയോ? മദ്രാസ്. അവിടെ എന്തിനാ പോയത്? ശ്യാമള ചേച്ചിയില്ലേ, ഫാമിലിയായിട്ട് അവിടെയല്ലേ താമസം. ഒരു വിസിറ്റിന് പോയതാ ശ്യാമള ചേച്ചി. അമ്മയ്ക്കറിയില്ലേ ശ്യാമളെ? അതിന് ജാനിക്കുട്ടി എന്തിനാ കൊണ്ടുപോയേ? കൂട്ടിന് സരസമ്മയെ വിളിച്ചോണ്ട് പോകരുതോ? അവളുടെ അമ്മയ്ക്ക് ട്രെയിൻ യാത്ര പേടിയാ. അല്ലെങ്കിലും അത്രയും ദൂരം യാത്ര ചെയ്യാനൊരു മടി. ജാനിമോളാണെങ്കിൽ റെഡി, വീട്ടിൽ വെറുതെ നിൽക്കാല്ലേ. മദ്രാസ് ഒന്നും അവള് കണ്ടിട്ടുമില്ലല്ലോ. അതിലെന്തോ ഒരു ഗൂഢാലോചന ഉണ്ടല്ലോടാ വിജയ. ഒരു ഗൂഢാലോചന ഇല്ലമ്മേ, ഈ അമ്മയുടെ ഓരോ സംശയങ്ങള്. അവള് തിരിച്ചെന്ന് വരും മദ്രാസിന്ന്? നാളെ അല്ലെങ്കിൽ മറ്റന്നാ. അമ്മ ആ കഷായ മരുന്നൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വാ. ഞാനങ്ങ് വരുന്നുണ്ട്, പക്ഷെ ഇന്നും നാളെയൊന്നും വരാൻ പറ്റില്ല. ഒരു കല്യാണം ഉണ്ട്. ആരുടെ കല്യാണം അമ്മേ? നമ്മുടെ ശ്രീധരനില്ലേ? എടാ വിജയ, നിന്റെ അമ്മാവന്റെ മകൻ ശ്രീധരൻ. ശ്രീധരൻ അവരങ്ങ് കോഴിക്കോടല്ലേ, ബാലുശ്ശേരി അല്ലേ? ശ്രീധരന്റെ മോളുടെ കല്യാണ. ഞാനേ നാളെ ബാലുശ്ശേരിക്ക് പോവുക. എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ ശ്രീധരൻ? വിളിക്കാഞ്ഞിട്ടല്ലായിരിക്കും, നിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്നും അവർക്കറിയില്ലായിരിക്കും. എന്നെ ഫോണിലാ വിളിച്ചേ, കുറേ നാളായി. ഞാൻ നിന്റെ പഴയ നമ്പരാ കൊടുത്തേ. വിളിച്ചാലും എനിക്കിപ്പം പോകാനും പറ്റില്ലല്ലോ അമ്മേ. ഞാൻ പറഞ്ഞില്ലേ, കേസ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാ ഞാൻ. ശരി, ഞാൻ കല്യാണത്തിന് പോയി വന്നിട്ട് നിന്നെ വിളിക്കാം. വയ്ക്കട്ടെ? ശരി അമ്മേ, ഓക്കെ. ഹലോ, എടി ഞാൻ വന്നോണ്ടിരിക്കുക. നീയേ പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നാൽ മതി, ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ? കുറെ നേരമായി വന്നിട്ട്. കേറ്, പോവാം. നീ എവിടെ നിന്ന് പോന്നപ്പോ ജാനിമോൾക്ക് വിഷമായിരുന്നോടി? എന്തോന്ന് വിഷമം? അവൾക്കവിടെ പരമാനന്ദമല്ലേ. എന്നാലും അവിടെ കൊണ്ടു ചെന്ന് വിട്ടിട്ട് പറ്റിച്ചിട്ട് പോകുന്നവര് തോന്നിക്കാണോ?
എന്റെ വിജയേട്ടാ, നമ്മുടെ വീട്ടിലെ അത്രയും ജോലിയൊന്നും അവിടെ ഇല്ലെന്നേ. ഉച്ചയ്ക്ക് മുമ്പ് എല്ലാ ജോലിയും തീരും. പിന്നെ അവക്ക് ചുമ്മാ കിടക്കോ ഇരിക്കോ ടി വി കാണുവോ എന്താന്ന് വെച്ചാ ചെയ്യാം. പിന്നെ ശ്യാമളേച്ചിയും വർഷയൊക്കെ മര്യാദക്കാരാ. അതെനിക്കറിയാം. നിന്നേക്കാളും ഭേദമായിരിക്കും ശ്യാമള ചേച്ചിന്ന്. അവിടെ എനിക്കിട്ടൊരു കുത്ത്. ഞാനൊരു സത്യം പറഞ്ഞതാണേ. ഇത്ര പെട്ടെന്ന് നീ എത്തിയോ? എന്താ അമ്മ നോക്കുന്നേ? അവളില്ലല്ലോ അല്ലേ? കൂടെ പോന്നില്ലല്ലോ. കൊള്ളാം, ഞാനല്ലേ കൊണ്ടുവിടാൻ പോയത്. പിള്ളേരൊക്കെ എന്തിയമ്മേ? ഇവിടെ ഉണ്ടടി. യാത്രയൊക്കെ എങ്ങനെ ഇരുന്നടി? ഉറങ്ങിയോ? ട്രെയിനെ കിടന്നുള്ള ഉറക്കല്ലേ, അതൊരു വകയാ. ക്ഷീണം കൊണ്ട് വയ്യ. എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി. അമ്മേ, അമ്മ എത്തിയോ? അമ്മ എന്താ ഇന്നലെ വരാഞ്ഞത്? ഇന്നലെ വരാൻ പറ്റില്ലടി. അപ്പുണ്ണി ഭയങ്കര വഴക്കായിരുന്നു. അവൻ കൊറേ ഇടി വെച്ച് തന്നു. ആ, ഇവളെ കൊറേ മാന്തം വെച്ചു കൊടുത്തു. എന്റെ അമ്മോ, ഇതുങ്ങള് രണ്ടും കൂടെ ഉള്ള ഗുസ്തി. പേടിക്കാൻ ആരുമില്ലല്ലോ. അച്ഛനും ഇല്ല, അമ്മയില്ല. ഹായ് മൈ ഡിയർ മമ്മി, രത്നമ്മ ടീച്ചറേ. നീ ഇങ്ങ് വാ, നിനക്ക് ഞാൻ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ആണോ അമ്മേ? 5 സ്റ്റാറോ അതോ മിൽക്ക് ബാറോ? നല്ല ചൂരൽ ബാർ. ഇങ്ങ് വാ. പിന്നെ ഇവിടെയുള്ള അടിയൊക്കെ മതി. മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന അടിയൊക്കെ അവക്ക് കൊടുത്തേക്ക്. ഡേ, ഞാൻ എന്തായാലും ഇന്ന് തന്നെ കരുനാഗപ്പള്ളിക്ക് പോവാ. നീ വരാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ ധൃതി വെച്ച് അങ്ങോട്ട് പോയിട്ട് എന്തിനാ? ഇവിടെ വന്നിട്ട് ഇപ്പൊ ആഴ്ച എത്രയായടി? ചന്ദ്രൻ ഇന്നലെ വിളിച്ചിട്ട് ചോദിക്കുവാ അമ്മയുടെ വീട് അതാണോ അതോ ഇതാണോ എന്ന്. എനിക്ക് പറയാനുള്ള വിശേഷങ്ങളൊക്കെ കേക്കണ്ടേ? ഓ, അതിപ്പോ ഫോണിൽ കൂടി ആണേലും പറയാലോ. എന്നാ അമ്മ അങ്ങ് പോ, അല്ലാതെ പിന്നെ. എടി, നീ അവിടെ ചെന്ന് കണ്ടിട്ടേ ശ്യാമളക്ക് എങ്ങനെയുണ്ടടി? നല്ല കാലമാണോ? അവർക്കെന്താ കുഴപ്പം? 2 പേർക്കും ജോലി, ഇഷ്ടം പോലെ ശമ്പളം. പിന്നെന്താ വേണ്ടേ? ജാനി അവർക്ക് ഇഷ്ടപ്പെട്ടോ? അവളവിടെ ചെന്നിട്ട് കുറച്ച് ജാടയൊക്കെ കാണിച്ചു. എന്തോന്ന് ജാടാ? നീ അത് പൊളിച്ചു കൊടുത്തില്ലേ? വിജയേട്ടൻ അവളോട് പറഞ്ഞില്ലത്രേ അവിടെ നിൽക്കാൻ. വിജയേട്ടൻ പറയാതെ നിൽക്കില്ലെന്ന് ഒരേ വാശി. ഞാൻ ഇട്ടിട്ട് പോന്ന അവളും പുറകെ വരുമത്രേ. ആണോ? കൈനീർത്ത് കൊടുക്കാൻ വരാഞ്ഞോ അവിടെ കർണക്കുറ്റിക്കിട്ട് 2 എണ്ണം? അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? പിന്നെ അവളുടെ ഇഷ്ടം നോക്കിയിട്ടാണോ നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നത്? ഞാൻ അവളെ അവിടെ നിർത്തിയിട്ട് പോരൂന്ന് അവള് തീരെ പ്രതീക്ഷിച്ചില്ലെന്നേ. അത് അവൾക്കൊരു ഇരുട്ടടിയായിപ്പോയി. അങ്ങനെ തന്നെ വേണം. ഞാൻ പോരുമ്പോ അവിടെ മുഖം വീർപ്പിച്ച് നിൽപ്പുണ്ട്. അവിടുത്തെ ജോലിയൊക്കെ അവള് ചെയ്തോളുവോ? നീ പറഞ്ഞേപ്പിച്ചിട്ടാണോ പോന്നേ? അവിടെ ചെന്നപ്പോഴേ ഞാൻ പണിയല്ലേ ഏൽപ്പിച്ചു കൊടുത്തില്ലേ? പിന്നെ ശ്യാമള ചേച്ചിയല്ലേ കക്ഷി, ചെയ്യിപ്പിച്ചോളും. വിജയേട്ടൻ എങ്ങോട്ടാ? ഇന്ന് തിരുവനന്തപുരം വരെ ഒന്ന് പോണം. ഇപ്പൊ പോവുകയാണോ? വലിയ താമസമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ ബാഗ് കാറിലോട്ട് വെക്കാൻ പോവാ. വിജയ, നീ പോകുമ്പോഴേ എന്നെ കൂടെ ആ ബസ് സ്റ്റാൻഡിലോട്ടൊന്ന് ഇറക്കിയേക്കണേ. അമ്മ ഇന്ന് വീട്ടിൽ പോകുന്നുണ്ടോ? നാളെ പോകാന്നേ. എടി, ചന്ദ്രൻ വിളിച്ചു വഴക്ക് പറഞ്ഞെന്ന്. ഇന്ന് വരുന്നുണ്ടെങ്കി വാ, അല്ലെങ്കിൽ പിന്നെ പോരണ്ടെന്ന്. പ്രീതയുടെ ഭരണം കൊണ്ട് ചന്ദ്രന് പൊറുതിമുട്ടി കാണും. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വേണം എല്ലാം ഒന്ന് നിരപ്പാക്കാൻ. ഏതായാലും കുറച്ച് കഴിയട്ടെ. അമ്മ കഴിക്കാൻ എന്തെങ്കിലും താ, വിശക്കുന്നു. ആ, പുട്ടും പഴമുണ്ട്, വാ.